Political Grand Finale, co-presented by Berger Paints, 100 Years of Trust. Educational Partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21 വയസ്സിൽ life is settled. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. നമസ്കാരം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് സ്വാഗതം. ഞാൻ രേണുക, മനു ഭരത്, ഇലക്ഷൻ അനലിസ്റ്റ് നമുക്കൊപ്പം. ഇന്ന് 4ാം ഘട്ടം കഴിഞ്ഞ് 5ാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ വിഷ്വൽ ട്രീറ്റ് എന്ന് പറയുന്നത് വാരണാസിയിലെ പ്രധാനമന്ത്രിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണമായിരുന്നു. അതിനുശേഷം ആം ആദ്മി പാർട്ടിയുടെ പുതിയ പ്രചാരണ തന്ത്രം ഇല്ലേ, വാഷിംഗ് മെഷീൻ ക്യാമ്പയിൻ, അതാണ് തെരഞ്ഞെടുപ്പ് രംഗം കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. പിന്നീട് 4ാം ഘട്ടത്തിന്റെ പോളിംഗ് പെർസെൻറ്റേജ് വരുന്നു. 3 ഘട്ടങ്ങളെ അപേക്ഷിച്ച് നേരിയ ഒരു വർധന പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ്. പിന്നീട് പ്രധാനമന്ത്രിയുടേതായി നിരവധി വാർത്താ മാധ്യമങ്ങൾക്ക് വന്ന അഭിമുഖം, അതിന്റെ വിശകലനങ്ങളൊക്കെയാണ്. ന്യൂസ് 18 ഇന്ത്യയ്ക്ക് പ്രധാനമന്ത്രി നൽകിയ ഇന്റർവ്യൂ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതൊരു വേറിട്ട ഇന്റർവ്യൂ എന്ന് തന്നെ പറയാം. അദ്ദേഹം ഇതുവരെ പറയാത്ത റുബീക്കയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ മറ്റ് അഭിമുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രധാനമന്ത്രി കുറേയധികം കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചിരിക്കുന്നു. വൈകാരികമായ പ്രതികരണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ഇക്കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയിൽ പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust. Educational Partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21 വയസ്സിൽ life is settled. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. നമ്മൾ ആദ്യം തന്നെ പോകുന്നത് വാരണാസിയിലേക്കാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക ഇന്ന് സമർപ്പിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയ പൂജാരിയും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. 3ാം തവണയാണ് മോദി വാരണാസിയിൽ മത്സരിക്കുന്നത്. പാക്കേജ് കണ്ട് തിരിച്ചെത്താം. കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ പ്രധാനമന്ത്രി പ്രാർത്ഥനയും പൂജയും പൂർത്തിയാക്കിയതിനു ശേഷമാണ് പത്രിക സമർപ്പിക്കാനെത്തിയത്. വാരണാസിയിലെ സാധാരണക്കാരെയാണ് പത്രികയിൽ ഒപ്പുവയ്ക്കാൻ മോദി തെരഞ്ഞെടുത്തത്. OBC ദളിത് വിഭാഗങ്ങളിൽ നിന്നുള്ള 2 പേർ ഉൾപ്പെടെയാണ് മോദിയുടെ പത്രികയിൽ ഒപ്പുവെച്ചത്. വാരണാസിയിലെ മോദിയുടെ പത്രികാ സമർപ്പണം NDAയുടെ ശക്തി പ്രകടനമായി മാറി. മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും NDA നേതാക്കളും മുതിർന്ന BJP നേതാക്കളും പത്രികാ സമർപ്പണത്തിനെത്തി. പത്രികാ സമർപ്പണത്തിന് ശേഷം പ്രധാനമന്ത്രി NDA നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ചരിത്രപരമായ മണ്ഡലത്തിലെ ജനങ്ങളെ സേവിക്കാൻ അവസരം ലഭിച്ചത് അഭിമാനകരമെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. കഴിഞ്ഞ 10 വർഷം ശ്രദ്ധേയമായ നേട്ടങ്ങളുണ്ടായെന്നും അടുത്ത ഘട്ടത്തിൽ ജോലിയുടെ വേഗം കൂടുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി. വാരണാസിയിൽ 10 വർഷം നടപ്പാക്കിയ പദ്ധതികൾ വിവരിക്കുന്ന വീഡിയോ നേരത്തെ മോദി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി വാരണാസിയിൽ ഇന്നലെ മോദി റോഡ് ഷോയും നടത്തി. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പമായിരുന്നു റോഡ് ഷോ. തുടർച്ചയായി 3ാം തവണയാണ് മോദി വാരണാസിയിൽ ജനവിധി തേടുന്നത്. ഇത്തവണ ഭൂരിപക്ഷം 5 ലക്ഷത്തിന് മുകളിലെത്തും എന്നാണ് BJPയുടെ അവകാശവാദം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. എന്തായാലും വൻ ജനാവലി, വലിയ നേതാക്കളുടെ ഒരു വലിയ കൂട്ടം, വലിയ നിര, NDA നേതാക്കളുടെ വലിയ നിര. അമിത്ഷാ, JP നദ്ദ, യോഗി, അതുപോലെ LJPയുടെ ചിരാഗ് പാസ്വാൻ, പവൻ കല്യാൺ, ഏക്നാഥ് ഷിൻഡെ ഒക്കെ എല്ലാവരും ഇന്ന് ആ യോഗം, ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയ ലോക് മോർച്ചയുടെ നേതാവ് ഉപേന്ദ്ര കുഷ്വ തുടങ്ങിയ ആളുകളെല്ലാം ഇന്ന് പ്രധാനമന്ത്രിക്കൊപ്പം അവിടെയുണ്ട്. ഇതിൽ രസകരമായൊരു കാര്യം, നമ്മുടെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ അല്ലെ അതിന് മുഹൂർത്തം കുറിച്ച പണ്ഡിറ്റ് ഗണേശ്വർ ശാസ്ത്രി പ്രധാനമന്ത്രിക്ക് ഒപ്പം ഉണ്ടായിരുന്നു. അത്
ഒരു തന്ത്രം കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം UP യെ സംബന്ധിച്ച് അതെ, ആ അയോധ്യയെ പറ്റിയും ഈ രാമലല്ലയുടെ പ്രതിഷ്ഠയും പ്രാണപ്രതിഷ്ഠയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടായി. പിന്നെ ബൈജ്നാഥ് പട്ടേൽ എന്ന ഒരു സാധാരണക്കാരനും ലാൽചന്ദ് കുഷ്വ, അതുപോലെ സഞ്ജയ് ശങ്കർ എന്നിങ്ങനെയുള്ള സാധാരണക്കാർ OBC-യിലെയും ദളിത് വിഭാഗത്തിലെയും രണ്ടുപേർ ഉൾപ്പെടെയാണ് പത്രികയിൽ ഒപ്പുവെച്ച് അദ്ദേഹം സ്വാഭാവികമായ ഒരു മണ്ഡലത്തിൽ നമ്മൾ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പം അവിടുത്തെ ഒരാൾ അത് നാമനിർദ്ദേശം ചെയ്യണം എന്നൊരു നിയമമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ വെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രചാരണത്തായി എത്തിയിരിക്കുന്നത്. മനു, ഇവിടെ സാധാരണ നമ്മൾ പല നേതാക്കളും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളായാലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായാലും ഒക്കെ പത്രികാ സമർപ്പണത്തിന് എത്തുന്നത് കണ്ടിട്ടുണ്ട്. ചിലതൊക്കെ വലിയ ആഘോഷങ്ങളായിട്ടായിരിക്കും. പക്ഷേ വാരണാസിയിൽ ഇത് മോദി 3ാം തവണയാണ്. പക്ഷേ ഇത്രമാത്രം വലിയ ഒരു സന്നാഹവുമായി ഇത്രമാത്രം ആഘോഷത്തോടു കൂടി പത്രികാ സമർപ്പണം എന്ന് പറയുന്നത് ഈ 3 ഘട്ടം എടുത്താൽ ഇത്തവണയായിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രാധാന്യം വാരണാസിയിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മോദി കാണുന്നു? എനിക്ക് തോന്നുന്നു ഈ 400 പാർ പറഞ്ഞതുപോലെ 5 ലക്ഷവും മോദി ഒരു അഭിമാന പ്രശ്നമായി എടുത്തിട്ടുണ്ടോ? അല്ല, അവിടെ പലതരം മുദ്രാവാക്യങ്ങൾ ഉയരുന്നുണ്ട്. ഒന്ന് ഈ 400 പാർ എന്ന് പറഞ്ഞതുപോലെ ലീഡ് 5 ലാഖ് എന്ന് പറഞ്ഞ് ഒരു ഇത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു മുദ്രാവാക്യം ഈസ് ബാർ 10 ലാഖ് പാർ എന്ന് പറഞ്ഞത്, അതായത് ഇത്തവണ വോട്ട് 10 ലക്ഷത്തോളം എത്തും എന്നാണ്. 10 ലക്ഷം എത്തുക എന്ന് പറയുന്നത് അത്ര എത്തിയാൽ മാത്രമേ 5 ലക്ഷം ഇവർ പറയുന്ന ഭൂരിപക്ഷം കിട്ടുള്ളൂ. അതെ, അത് അത്ര നിസ്സാരവുമല്ല. കഴിഞ്ഞ തവണ മോദിക്ക് 6,74,664 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അത്രയും വോട്ട് കിട്ടി. ഭൂരിപക്ഷം 4 ലക്ഷം. അപ്പോൾ ഈ 6,74,000 നിന്ന് അതിനെ 10 ലക്ഷമാക്കും എന്ന ഒരു പ്രയോഗം അവിടെ നടത്തുന്നു. അതോടൊപ്പം തന്നെ പലതരം മുദ്രാവാക്യങ്ങൾ ഇപ്പോൾ അവിടെ ഈ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ന ദൂരി ഹേ ന കായി ഹേ മോദി ഹമാര ബായ് ഹേ, അപ്പം ഞങ്ങൾക്കിടയിൽ ദൂരമില്ല, ഞങ്ങൾക്കിടയിൽ അന്തരമില്ല, മോദി ഞങ്ങളുടെ സഹോദരൻ, അങ്ങനെയൊക്കെ ഉള്ള മുദ്രാവാക്യങ്ങളും അങ്ങനെ ഇത്തരം ഒരു എന്താണതിനെ നമ്മൾ വിശേഷിപ്പിക്കുക, ഒരു മാസ്മരികമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് അതിലൊക്കെ വിരമിക്കുന്ന ഒരു തരം അത് ഈ പ്രചരണത്തിൽ നമുക്ക് ഉടനീളം കാണാൻ കഴിയുന്നു. അതിൽ ഒരു മോദി മാജിക്ക് നമുക്ക് എല്ലായിടത്തും കാണാനുണ്ട്. വാക്കുകളുടെ ഒരു വലിയ പ്രയോഗം, അതുപയോഗിച്ച് ആളുകളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു കയറാനുള്ള ശ്രമം, അതൊക്കെ നമുക്ക് ഈ വാരണാസിയിലും കാണാൻ. മോദിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് വലിയ ചലഞ്ചസ് ഏറ്റെടുക്കാനാണ് എപ്പോഴും താല്പര്യം, അല്ലെങ്കിൽ അങ്ങനെ വലിയ ചലഞ്ചസ് വെച്ച് അതിലേക്ക് പോവുക എന്നതാണ് കാണുന്നത്. ഇപ്പോൾ 400 എന്നത് ഒരു പക്ഷേ അസാധ്യമായതാണ് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്നത് BJPക്ക് പോലും അറിയാം, NDAക്ക് പോലും അറിയാം. അപ്പോൾ പോലും അതൊരു ലക്ഷ്യമാക്കി വെച്ച് അതിനുവേണ്ടി നിൽക്കുന്നു. ഇവിടെ ഇപ്പോൾ എന്തായാലും വാരണാസിയിൽ ജയം ഉറപ്പാണ്, അത് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ പോലും 5 ലക്ഷം എന്ന ഒരു ടാർഗറ്റ് മനു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 10 ലക്ഷം വോട്ട് എന്നൊരു ടാർഗറ്റ് വെക്കുന്നു. അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്നു. എത്രമാത്രം അവിടെ ഓളം ഉണ്ടാക്കാൻ പറ്റുമോ അതിനൊക്കെ വേണ്ടി പ്രയത്നിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്താണ് അങ്ങനെ വലിയ വലിയ ലക്ഷ്യങ്ങൾ വെച്ച് അതിലേക്ക് പോകുന്നത്? ഒരു ഓട്ടോക്രസി എന്നൊക്കെ പറയുന്ന പോലെ എല്ലാത്തിലും ഞാൻ മുമ്പൻ ആകണം എന്ന അമിതമായ, അത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ ആളുകൾ പലതരം തന്ത്രങ്ങൾ ഉപയോഗിക്കുമായി. നമുക്ക് ഓട്ടോക്രസി എന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ താനവിടെ വലിയ കോൺഫിഡൻസിലാണ് മത്സര രംഗത്തുള്ളത് എന്ന പ്രതീതി മോദി ഉണ്ടാക്കുമ്പോൾ പോലും അദ്ദേഹം അവിടെ വളരെ സൂക്ഷ്മമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ വാരണാസി അങ്ങനെ ഒരു പൂർണ്ണമായി എല്ലാ കാലത്തും BJPക്കൊപ്പം നിന്നിട്ടുള്ളൊരു മണ്ഡലമൊന്നുമല്ല. ഇപ്പം ഞാൻ അതിൻ്റെ രസകരമായ ചില കാര്യങ്ങൾ നോക്കുകയാണ്. CPM അവിടെ ഒരു കാലഘട്ടത്തിൽ ജയിച്ചിരുന്നു. സത്യനാരായണൻ സിംഗ് എന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനി അദ്ദേഹം ഈ നമ്മുടെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ആർമിയിലും RSPയിലും ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും നിരവധി തവണ ജയിൽവാസമൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു വലിയ നേതാവാണ്. ചാനൽ ചർച്ചയിൽ ഈ കോൺഗ്രസ് നാളത്തെ BJP ആയി മാറുന്നു എന്ന് പറയുമ്പോൾ അവിടെ പ്രയോഗിക്കുന്നതാണിത്. നിങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചു വന്ന വാരണാസിയിലാണ് മോദി നടത്തുന്നത്. പിന്നീട് കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു, പിന്നെ അത് ജനതാ പാർട്ടിയിൽ ചന്ദ്രശേഖറിന്റെ കയ്യിലെത്തി, പിന്നെ വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വന്നു. ശ്യാംലാൽ യാദവ് അവിടെ നിന്ന് മത്സരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നെ അതിനുശേഷം അത് വീണ്ടും അനിൽ ശാസ്ത്രി എന്ന് പറഞ്ഞ ജനതാദൾ സ്ഥാനാർത്ഥിയിലേക്ക് പോയി. പിന്നെ BJP അത് പിന്നെ 91 കൂടിയാണ് ഈ ശിഷ്ചന്ദ്ര ദീക്ഷിത് അവിടെ ഈ ആധിപത്യത്തിനൊരു തുടക്കം കുറിക്കും. 91 ശേഷം അവിടെ കുറച്ചു കാലം 98-ലും 99-ലും ഒക്കെ BJPക്ക് ഒരു ആധിപത്യം ഉണ്ടായിരുന്നു. നമ്മുടെ ശങ്കർ പ്രസാദ് ജയ്സ്വാളാണ് അവിടെ നിന്ന് ജയിച്ചു വന്നത്. പക്ഷേ 2004-ൽ രാജേഷ് കുമാർ മിശ്ര എന്ന കോൺഗ്രസ് നേതാവ് ഇത് തിരിച്ചു പിടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ രാജേഷ് കുമാർ മിശ്ര ഏറ്റവും ഒടുവിൽ BJPയിലേക്ക് എത്തുകയും ചെയ്തു. അത് വേറെ കാര്യം. പക്ഷേ എങ്കിലും അവിടെ കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
2009 ആകുമ്പോഴാണ് പിന്നെ മുരളി മനോഹർ ജോഷി അവിടെ എത്തുകയും അന്നത്തെ ആ ഒരു മുരളി മനോഹർ ജോഷി അന്ന് അദ്വാനി ജോഷി വാജ്പേയി തരംഗം അല്ലെങ്കിൽ ഒരു ത്രയം ഉണ്ടായിരുന്നൊരു സമയത്ത് അവിടെ വാരണാസിയിൽ വന്ന ആ മണ്ഡലം വീണ്ടും കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അവിടെയാണ് പ്രധാനമന്ത്രി വീണ്ടും തൻ്റെ ഭാഗ്യപരീക്ഷണ അല്ലെങ്കിൽ വീണ്ടും തൻ്റെ അഗ്നിപരീക്ഷ എന്നൊക്കെ പറയും, എന്താണ് നമുക്കതിനെ വിശേഷിപ്പിക്കാം, അദ്ദേഹം എത്തുന്നത്. അവിടെ ഒരു നിസ്സാര ജയം വന്നാൽ പോലും പ്രധാനമന്ത്രിക്ക് അതൊരു വലിയ ക്ഷീണമാണ്. അതെ, കാരണം ഇപ്പോൾ ഈ മോദി തരംഗം രാജ്യത്താകമാനം ഉണ്ട് എന്ന് പറയുന്നിടത്ത് നിന്ന് അങ്ങനെ ആ ഒരു തരംഗം ഈ നഷ്ടമായി എന്ന് സമ്മതിക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ 4,79,505 വോട്ടിൻ്റെ ആ ഭൂരിപക്ഷം അത് ഒരു വോട്ടെങ്കിലും കൂട്ടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അത് സാധ്യമാകില്ല. അപ്പോൾ ഈ രാജ്യമെമ്പാടും ഒരു മോദി തരംഗം ഉണ്ട് എന്ന് BJP അവകാശപ്പെടുകയും വോട്ടിങ്ങിലെ ഈ മന്ദഗതിയൊക്കെ കണ്ടിട്ട് ഇതൊന്നും ഒരു തരംഗമല്ല എന്ന് പറയുകയും ചെയ്തിട്ടുള്ള BJPയെ സംബന്ധിച്ച് മറ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇതൊരു വളരെ നിർണായകമായ ഒരു സാഹചര്യമാണ്. മാത്രമല്ല ഈ മണ്ഡലത്തിൽ വലിയ തോതിൽ മുസ്ലിങ്ങൾ 14% 14.88% മുസ്ലിം വോട്ടർമാർ വാരണാസിയിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പക്ഷേ ഈ ദളിത് വിഭാഗത്തിൽ നിന്ന് 13.21% വോട്ടർമാരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പൂർണ്ണമായൊരു പിന്തുണ അദ്ദേഹത്തിന് കിട്ടിയാൽ മാത്രമേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഭൂരിപക്ഷം നമ്മൾ വിശദമായി പരിശോധിക്കാനിരിക്കുന്നതാണ്. ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ ഉൾപ്പെടെ മോദി പറയുന്നുണ്ട് മുസ്ലിങ്ങൾ ഉൾപ്പെടെ തനിക്ക് വോട്ട് ചെയ്യുമെന്ന വലിയ ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. മനു, ഇവിടെ ഇപ്പോൾ വലിയ ഭൂരിപക്ഷം പ്രധാനമന്ത്രിക്ക് ഉറപ്പാണ് എങ്കിൽ പോലും സാധ്യമായ എല്ലാ തരത്തിലും ഉള്ള ശക്തമായ പ്രചരണം തന്നെ അവിടെ കാഴ്ചവെക്കുകയാണ് പ്രധാനമന്ത്രി. ഇന്നലെ റോഡ് ഷോ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഈ 10 വർഷം എന്തൊക്കെ മണ്ഡലത്തിന് വേണ്ടി ചെയ്തു എന്നതിൻ്റെ വീഡിയോ പുറത്തിറക്കുകയുണ്ടായി. മാത്രവുമല്ല ഇനി ഇതിലും വേഗമായിരിക്കും തൻ്റെ പ്രവർത്തനങ്ങൾ എന്ന ഉറപ്പുകൂടിയാണ് വാരണാസിയിലെ ജനങ്ങൾക്ക് അദ്ദേഹം നൽകുന്നത്. മാത്രവുമല്ല വൈകാരിക തലങ്ങളിൽ എങ്ങനെ വാരണാസിയെ ഒപ്പം നിർത്താം അത് നോക്കുന്നു. കാശി തൻ്റെ അമ്മയെ പോലെയാണ്, ഗംഗ അമ്മയാണ്, അമ്മ വിളിക്കുന്നു എന്നതായിരുന്നു 2014. ഇപ്പോൾ ഞാൻ ദത്തെടുത്തിരിക്കുന്നു ഗംഗാ മാതാവ് തന്നെ എന്ന രീതിയിൽ വളരെ വൈകാരികമായ പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അപ്പോൾ ഇത്രയധികം എന്നുവെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പായെടുത്ത് പോലും കാണിക്കുന്ന ഈ എഫേർട്ടിനെ നമ്മൾ എങ്ങനെ കാണണം? അല്ല, സ്വാഭാവികമായും BJPക്ക് വലിയൊരു സ്ട്രോങ് ഹോൾഡാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ റോഹന്യ എന്ന് പറയുന്ന ഒരു അസംബ്ലി മണ്ഡലം, വാരണാസി നോർത്ത്, വാരണാസി സൗത്ത്, വാരണാസി കാൻറ്റ്, പിന്നെ അതേപോലെ സേവാപുരി, ഈ അസംബ്ലി മണ്ഡലങ്ങൾ ചേർന്നാണ് വാരണാസി. അപ്പോൾ അവിടെ എല്ലായിടത്തും BJP കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മാർജിനിലൂടെ. അതിനും അപ്പുറം മനു, ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന ഒരു സാധ്യത മറുവശത്തുണ്ട്. അജയ് റായ് കഴിഞ്ഞ 3 തവണയും മോദിയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ പോലും ഇപ്പോൾ പക്ഷേ അവിടെ ഒരു മുന്നണിക്കൊപ്പം എന്നത് ഏതെങ്കിലും തരത്തിൽ NDA ഘടകത്തെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകുമോ? മനു തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൂരിപക്ഷത്തിലെങ്കിലും നേരിയ കുറവ് വരുത്താൻ സാഹചര്യം ഒരുക്കുമോ എന്ന തരത്തിൽ? അല്ല, അത് ഇപ്പം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സാഹചര്യം വളരെ പരിതാപകരമാണ്. ഇപ്പം നമ്മൾ 2022 അസംബ്ലി തെരഞ്ഞെടുപ്പ് നോക്കിയാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉത്തർപ്രദേശിൽ കിട്ടിയത് 4.2% വോട്ടാണ്. അതേസമയം BJPക്ക് അവിടെ കിട്ടിയത് 42.2% വോട്ടാണ്. അപ്പോൾ 10 മടങ്ങ് ശക്തി അവർക്കുണ്ട് എന്നത് വ്യക്തമാക്കുന്നു. ഒരുപക്ഷേ SP-ക്ക് നമുക്ക് ഒരു ശക്തി അവിടെ കാണാൻ കഴിയും. ഒരു 28% വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതും BJPയേക്കാൾ വളരെ കുറവാണ്, 28.3% എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു ഫാക്ടർ എന്താ വെച്ചാൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കിട്ടുന്നതിനേക്കാൾ ഒരു 10-20% വോട്ട് വർദ്ധിക്കുന്നു. 63.9% ഉയരുന്നു എന്നത് ഉത്തർപ്രദേശിലൊരു പ്രധാന ഘടകമാണ്. അതേസമയം SP-യുടെ വോട്ട് ഷെയർ 10% താഴേക്ക് വരുന്നു. കോൺഗ്രസിന് ആ 10% ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നു. അപ്പോൾ ഈ BJPയുടെ വോട്ട് ഷെയറിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാകുന്ന ഈ വലിയ മുന്നേറ്റം അത് നമുക്ക് അങ്ങനെ കണ്ടില്ല എന്ന് നടിക്കാനാവില്ല. ഒരുപക്ഷെ കോൺഗ്രസും SP-യും എല്ലാവരും കൂടി ചേർന്നാൽ പോലും അത് അത്ര വലിയൊരു ശക്തിയായി ഉത്തർപ്രദേശിൽ വരുമോ എന്ന സംശയം എനിക്കുണ്ട്. ഏതായാലും BJP സംബന്ധിച്ചിടത്തോളം അവിടെ ഈ അപ്നാദൽ, സോണിലാലൊക്കെയാണ് അവിടെ ഉള്ള മറ്റൊരു രോഹിണിയിൽ നിന്നിട്ടുള്ളൊരു MLA. അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം BJP MLA-മാരാണ്. അപ്പോൾ സ്വാഭാവികമായി BJPക്ക് അവിടെ വലിയൊരു സ്ട്രോങ് ഹോൾഡുള്ളൊരു പ്രദേശം എന്നല്ല. പ്രത്യേകിച്ച് ഈ രാം ജന്മഭൂമി സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വോട്ട് ശതമാനം വർദ്ധിക്കും എന്ന ഒരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അല്ലെങ്കിൽ ഇത് അമ്പേ പരാജയപ്പെട്ടു പോയി എന്ന
ഒരു പ്രചരണം വരും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ 2019 ഇലക്ഷൻ വോട്ടിംഗ് പാറ്റേൺ എടുത്താൽ എല്ലാ മണ്ഡലങ്ങളിലും അതിലാകെ ഒരു മണ്ഡലത്തിൽ മറ്റോ ആണ് ഈ 1 ലക്ഷം വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷം ഇല്ലാത്തത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ രോഹിണ്യയിൽ എടുത്താൽ 1,40,40,000 വോട്ടും നരേന്ദ്രമോദിക്ക് കിട്ടുമ്പോൾ എതിരാളി 54,000 വോട്ടേ കിട്ടുന്നുള്ളൂ SP-യിൽ. അതേസമയം രേണുക സൂചിപ്പിച്ച് ഈ അജയ് റായ്ക്ക് മൊത്തത്തിൽ 1,52,000 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. ആ 1,52,000 വോട്ട് വാരണാസി ക്യാൻഡ് എന്ന ഒരു അസംബ്ലി മണ്ഡലത്തിൽ മാത്രം നരേന്ദ്രമോദിക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കരുത്ത് BJPക്ക് അവിടെ ഉണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും പ്രധാനമന്ത്രി നല്ല ശക്തമായി തന്നെ ലീഡ് ചെയ്തു. ഇപ്പോൾ വാരണാസി നോർത്തിലെടുത്താൽ അവിടെ 1,39,000 വോട്ട് നരേന്ദ്രമോദിക്ക് കിട്ടുമ്പോൾ 36,000 വോട്ട് മാത്രമേ തൊട്ടടുത്തുള്ള പിന്നെ SP സ്ഥാനാർത്ഥി ശാലിനി യാദവിന് കിട്ടുന്നുള്ളൂ. അജയ് റായുടെ സാഹചര്യം ഏതാണ്ട് അതേപോലെ തന്നെ 39,000 വോട്ട്. അപ്പോൾ ഇവരെക്കാളൊക്കെ ഈ 4 മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങളിലും 1 ലക്ഷം വോട്ടിൻ്റെ ഒരു മേൽക്കൈ അദ്ദേഹത്തിന് നേടാൻ കഴിയുന്നു എന്നത് ഇതാണ് ആ ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അത് ഈ തവണയും നിലനിർത്തുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളി കൂടി അദ്ദേഹത്തിന്. ഇവിടെ മറ്റൊരു കാര്യം നമുക്കറിയാം, രാഹുൽ ഗാന്ധി 4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വയനാട്ടിൽ ജയിക്കുന്നു. പക്ഷേ ഇത്തവണ പോലും അദ്ദേഹം വളരെ ചുരുക്കം സമയങ്ങളിലാണ് മണ്ഡലത്തിൽ എത്താൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ എത്ര വിജയം ഉറപ്പിച്ചാലും മണ്ഡലത്തെ അല്ലെങ്കിൽ അവിടുത്തെ പ്രചരണത്തെ എങ്ങനെ കാണുന്നു എന്ന ഒരു രാഷ്ട്രീയ പാഠം എനിക്ക് തോന്നുന്നു വാരണാസിയിൽ നിന്ന് ഉണ്ട് എന്ന് തോന്നുന്നു. അതിനപ്പുറം രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ അതിൻ്റെ പ്രതിഫലനം കേരളത്തിലെ മൊത്തം തിരഞ്ഞെടുപ്പിലും ഉണ്ടായി. അപ്പോൾ വാരണാസിയിൽ ഇക്കുറി പ്രധാനമന്ത്രി നടത്തുന്ന ഈ പ്രചരണം NDAയുടെ ശക്തി പ്രകടനമായി നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തെ മാറ്റുന്നതൊക്കെ UPയിൽ മുഴുവൻ സീറ്റും എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ അതുകൂടി ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കുമോ ഇത്ര വലിയ പ്രചരണവും ഇത്ര വലിയ ശക്തി പ്രകടനവും നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൽ ഉണ്ടാകുന്നത്? അല്ല, BJPക്ക് ഇനി വോട്ട് നില വർദ്ധിപ്പിക്കണമെങ്കിൽ അവർക്കൊരു പ്രൈം ത്രസ്റ്റ് UPയിൽ നിന്ന് കിട്ടിയാൽ മതിയോ? പക്ഷേ അതിനപ്പുറത്തേക്കൊരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ സീസൺഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് അത് എപ്പോഴും പറയാറുണ്ട്, അവരെത്രാമത്തെ തവണ മത്സരിക്കുമ്പോഴും ആദ്യത്തെ തവണ മത്സരിക്കുന്ന എന്നൊരു പ്രതീതി ഇപ്പോൾ കുറച്ചു മുമ്പ് കിരൺ ബാബു നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞാണ്. എന്ന് വെച്ചാൽ കൊടിക്കുന്നിൽ സുരേഷ് 10ാം തവണ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ പോലും താൻ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്ന അതേ ആവേശവും ഉത്സാഹവും ജാഗ്രതയും ഉണ്ട്. അപ്പോൾ അത് കൈമോശം വന്നാൽ തോറ്റുപോകുമെന്ന പേടി അല്ലെങ്കിൽ ഉള്ള പോലെ പ്രവർത്തിക്കുക എന്നത് അത് ഇവിടെ മാത്രമല്ല, BJPയുടെ ആയാലും ചില കോൺഗ്രസിൻ്റെ സീസൺഡ് ആയിട്ടുള്ള ശക്തമായ നേതാക്കളിലൊക്കെ നോക്കിയാലും നമുക്കത് കാണാൻ കഴിയും. അവർ ഇതൊരു തെരഞ്ഞെടുപ്പ് ജയം നിശ്ചയം എന്ന് കരുതി അങ്ങനെ പോകുന്നത് ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. അതേസമയം ഈ രാഹുൽ ഗാന്ധിക്ക് ഇത്തരം അബദ്ധങ്ങൾ പറ്റുന്നു എന്നതാണ് അമേഠി നൽകുന്ന ഒരു പാഠം. അപ്പോൾ രാഹുൽ ഗാന്ധി ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അവിടെ താൻ സുഖമായി കടന്നു കയറുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് അദ്ദേഹത്തിന് ഇൻപുട്സ് കിട്ടുന്നു, ഇവിടെ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാമെന്ന്. അങ്ങനെ അദ്ദേഹത്തിന് മാറി വയനാട്ടിലേക്ക് വരേണ്ടിയൊക്കെ വരുന്നത് അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ ഇവരൊക്കെ ഇത്തവണ UPയിൽ ഒരു സീറ്റ് പോലും കിട്ടില്ല ഇന്ത്യ മുന്നണിക്ക് എന്നതാണ് മോദിയും അമിത്ഷായും പറയുന്നത്. അത് രാമക്ഷേത്രം അവർ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഇടമായി UP കാണുന്നു. അപ്പോൾ ഒരു സീറ്റ് പോലും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന പ്രവചനം അല്ലെങ്കിൽ പ്രതീക്ഷ എങ്ങനെ കാണണം? അത് ഒരുപക്ഷെ അവർക്ക് അങ്ങനെ വലിയ തോതിൽ പറയാമെങ്കിലും അവിടെ മുസ്ലിം 40% ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് UPയിൽ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവിടെയൊക്കെ അങ്ങനെ മുഴുവനായി മറിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. എങ്കിലും വലിയ ഒരു തരംഗം ഉണ്ടാകും എന്ന BJPയുടെ പ്രതീക്ഷ അങ്ങനെ ആസ്ഥാനത്താകില്ല. തീർച്ചയായും നമുക്ക് ഇനി പോകേണ്ടത് ഇന്ന് വന്ന 4ാം ഘട്ട പോളിംഗുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലേക്കാണ്. 4ാം ഘട്ടത്തിലും രാഷ്ട്രീയ പാർട്ടികളെ അലോസരപ്പെടുത്തുകയാണ് പോളിംഗ് ശതമാനം. കഴിഞ്ഞ 3 ഘട്ടങ്ങളേക്കാൾ നേരിയ വർധന മാത്രമാണ് 4ാം ഘട്ടത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. 67.47% പേരാണ് 4ാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത്. നമുക്ക് കണക്ക് നോക്കിയാൽ ആദ്യ ഘട്ടത്തിൽ 66.1% 2ാം ഘട്ടത്തിൽ അത് 66.7% ആകുന്നു. 3ാം ഘട്ടം 65.68% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. മനു, ഇപ്പൊ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് കൂടി നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടുണ്ട്. അപ്പോൾ അപ്രോക്സിമേറ്റ് വോട്ടർ ടേൺ ഔട്ട് എന്ന് പറയുന്നത് 68.23%. ഏറ്റവും ഒടുവിൽ വരുന്ന
ഒരു കണക്ക് പോളിംഗ് പിന്നെ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണ് എന്ന് പറയേണ്ടി വരും. നമുക്കറിയാം 2019 4ാം ഘട്ടത്തിൽ ഏതാണ്ട് 69% വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ജമ്മു ആൻഡ് കാശ്മീർ ഉൾപ്പെടെയാണ് ഈ ഘട്ടത്തിൽ 4ാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത്. ഏറ്റവും കുറവ് ജമ്മു കാശ്മീരിലായിരുന്നു, 38% പേർ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതേസമയം പശ്ചിമ ബംഗാളിൽ ഏറ്റവും ഉയർന്ന വോട്ട് രേഖപ്പെടുത്തുകയുണ്ടായി. അവിടെ ഏതാണ്ട് 78% ഒടുവിലത്തെ കണക്കനുസരിച്ച് 80.22% ആളുകൾ അവിടെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം ആന്ധ്രാപ്രദേശിൽ ഏറ്റവും ഒടുവിലത്തെ കണക്ക് വരുമ്പോൾ 78.25% ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ രേണുക സൂചിപ്പിച്ചതുപോലെ 37.98% ആളുകൾ മാത്രമേ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചിട്ടു. ബീഹാർ വലിയ ആവേശമില്ല എന്ന് തന്നെ പറയാം. 58.21% അവിടെ നിന്നുള്ള കണക്ക്. ഒഡീഷയിൽ വരുമ്പോൾ ഒരു ഭേദപ്പെട്ട പോളിംഗ് ഉണ്ട്, 75% നടന്നിട്ടുണ്ട്. പക്ഷേ ഉത്തർപ്രദേശിൽ ആ ഒരു ഇത് കണ്ടില്ല, 58.22%. ഈ വലിയ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു തരംഗം ഉണ്ടാകുമ്പോൾ, അതാണ് കഴിഞ്ഞ ദിവസം ജോർജ് കല്ലുവേലും നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്, വലിയൊരു തരംഗമുണ്ടെങ്കിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉയരാനുള്ളൊരു സാധ്യത എപ്പോഴും കൂടുതലാണ്. അത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം നമുക്ക് വരും ദിവസങ്ങളിൽ കൂടി പരിശോധിച്ചാൽ മനസ്സിലാകുമായിരിക്കും എന്താണ് അതിൻ്റെ കാരണം. തരംഗമില്ല എന്ന് പറയുമ്പോൾ പോലും നമുക്കറിയാം 400 പാർ എന്ന ഒരു മുദ്രാവാക്യമാണ് NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പോൾ വിജയം ഉറപ്പിച്ചിരിക്കുന്നു, ഭൂരിപക്ഷം ഞങ്ങൾ ഈ റെക്കോർഡിലേക്ക് ഉയർത്തുന്നു എന്ന ഒരു സന്ദേശം ആദ്യം മുതൽ തന്നെ നൽകുന്നു. നമുക്കറിയാം ഖർഗെ ഉൾപ്പെടെ അക്കാര്യങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് സംസാരിക്കുകയും പിന്നീട് അത് തിരുത്തി പറയേണ്ടി വന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഒരു മാറ്റം ഉണ്ടാകില്ല എന്ന ഒരു ബോധ്യം വന്നത് ഈ തെരഞ്ഞെടുപ്പ് ശതമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകില്ലേ? ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ മോദി തരംഗം ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെയും അതിപ്പോൾ നമ്മൾ വോട്ട് ചെയ്തില്ലെങ്കിലും അത് വിജയിക്കും എന്നൊക്കെയുള്ളൊരു പൊതു പ്രതീക്ഷ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതുകൊണ്ടാകാം ഈ മാറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. പക്ഷേ ഇതൊക്കെ അന്തിമമായി എന്ത് സൂചന നൽകും എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അന്തിമ റിസൾട്ട് വരുമ്പോഴേ പറയാൻ കഴിയുള്ളൂ. ഏതായാലും BJP ഒരു വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് കുറച്ച് വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് അവരെ നയിക്കും. പക്ഷേ അതിലേക്ക് ഉയരാൻ കഴിഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ എക്കാലത്തെയും തകർച്ചയുടെ ഒരു കഥയിലേക്കായിരിക്കും പിന്നെ കാര്യങ്ങൾ. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപ് കണ്ട CSBS ലോക്നിധി സർവേയിൽ യങ് വോട്ടർമാർ എങ്ങനെ ഈ ഇലക്ട്രൽ സിസ്റ്റത്തിൽ നിന്ന് പുറത്താകുന്നു അല്ലെങ്കിൽ അവരുടെ താല്പര്യക്കുറവ് കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അപ്പോൾ പുതുതായി വോട്ട് രേഖപ്പെടുത്തേണ്ടുന്ന അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടേണ്ടുന്ന ആളുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് പോലും കൊടുക്കാതെ മാറി നിൽക്കുന്ന വലിയൊരു ശതമാനം ഉണ്ട് എന്നതാണ്. ജനറേഷൻ B ഇതിൽ ഒട്ടും തൽപരരല്ല തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എന്ന് തന്നെ വരുന്നു. അവർക്ക് ഇതിനോട് ഈ സിസ്റ്റത്തോട് തന്നെയുള്ള വിയോജിപ്പ് വലിയ രീതിയിൽ ഉണ്ട് എന്നതാണ്. ആരുമില്ല ഞങ്ങളെ രക്ഷിക്കാനെന്ന തോന്നൽ പോലും ആകാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കുറവുകൾ അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ സംവിധാനത്തോട് താല്പര്യമില്ലാതെ യുവതലമുറ മാറി നിൽക്കുന്നത് ഒക്കെയും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചേക്കാം. അതിനെ രണ്ട് തരത്തിലാണ് പൊളിറ്റിക്കൽ അനലിസ്റ്റുകൾ നോക്കിക്കാണുന്നത്. ഒന്ന് ഒരുപക്ഷെ താല്പര്യം കുറയുന്നതിൻ്റെ ഒരു സൂചനയെ എടുക്കാം. മറ്റൊന്ന് കൂടുതൽ ആളുകൾ ഇപ്പോൾ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ എഡ്യൂക്കേറ്റഡായി വരുന്നു, അവരൊക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ വോട്ടെടുപ്പിന് അവർക്ക് മടങ്ങി വരാൻ കഴിയാത്ത ഒരു സാഹചര്യം. അവർ പക്ഷേ നാടുമായി ഒക്കെ അവർ ആ ഒരു അഭേദ്യമായ ബന്ധം സൂക്ഷിക്കുന്നതുകൊണ്ട് പുതിയ സ്ഥലത്ത് ചെന്ന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാതിരിക്കുക എന്നത് ഒരു രീതിയായി മാറുന്നു. അപ്പോൾ അവർ കോസ്റ്റലിലോ അല്ലെങ്കിൽ അവർ കൂട്ടുകാരൊക്കെ ഒരുമിച്ചൊരു വീടെടുത്തൊക്കെ താമസിക്കുന്ന പ്രവണത വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ വിദേശത്ത് പഠനങ്ങൾക്കും ഒക്കെ പോകുന്ന ആളുകളുടെ എണ്ണവും ഒക്കെ കൂടുന്നൊരു സാഹചര്യത്തിൽ പലപ്പോഴും പുതിയ തലമുറയിലെ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ എത്താൻ കഴിയുന്നില്ല എന്നത് ഒരു വലിയ വിഷയമായി തന്നെ ഉയരുകയാണ്. ഇപ്പോൾ പലരും നമ്മുടെ ഈ സർക്കാർ മേഖലയിലുള്ള ആളുകൾക്കാണ് ആകെ ഒരു ചെറിയ ഇതിനൊക്കെ ചെയ്യാനുള്ളൊരു സമയം കിട്ടുന്നത്. മറ്റ് സ്വകാര്യ മേഖലയിലൊക്കെ ഉള്ള ആളുകൾക്ക് അത്രമാത്രം അവധിയെടുത്ത് അവരുടെ വീട്ടിലേക്ക് പോയി വോട്ട് ചെയ്യാനുള്ള സാഹചര്യം വളരെ കുറവാണ്. കാരണം ഒരു സ്ഥലത്ത് വോട്ട് നടക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് വോട്ടിംഗ് ഇല്ല. അപ്പോൾ അവർ നിൽക്കുന്ന സ്ഥലത്ത് ആ ദിവസം അവധി കൊടുക്കുമായിരിക്കാം, പക്ഷേ അവർ വോട്ട് ചെയ്യേണ്ട ദിവസം അതിന് മുന്നേ ആയിരിക്കാം. അങ്ങനെയുണ്ട്. ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കൊക്കെ ഇപ്പോൾ നമ്മൾക്ക് പോസ്റ്റൽ ബാലറ്റുകൾ തന്നിട്ടുണ്ട്, പക്ഷേ പലർക്കും അത് ആയിട്ടില്ല. പോയി അത് നേരത്തെ തന്നെ അതിന് അപേക്ഷ കൊടുത്ത് അതാത് ജില്ലകളിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ അവിടെ പോയി ചെയ്യാൻ കഴിയും. മറ്റൊരാളുകളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലേക്ക് ചെന്ന് ഇതിന് അപേക്ഷ കൊടുത്തതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തിരിച്ചു വരിക എന്നതൊക്കെ ഒരു വലിയ വിഷയം. മാത്രവുമല്ല ഈ യുവതലമുറയെ ആകർഷിക്കുമ്പോൾ നമ്മളുടെ ഈ വോട്ടിംഗ്
പാറ്റേണിൽ അല്ലെങ്കിൽ ആ സംവിധാനത്തിൽ കൂടി മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ മുൻപുണ്ടായിരുന്ന പ്രചരണ തന്ത്രങ്ങളല്ല രാഷ്ട്രീയ പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പിൽ പുറത്തെടുക്കുന്നത്. കാരണം ഡിജിറ്റൽ ആയിട്ടുണ്ട് അല്ലേ, ആ രീതിയിലുള്ള പ്രചരണ തന്ത്രങ്ങൾ അവർ പുറത്തെടുക്കുന്നുണ്ട്. പക്ഷേ വോട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോഴും കാത്തുനിന്ന് മഷി പുരട്ടേണ്ടുന്ന സാഹചര്യമാണ്. അപ്പോൾ ഡിജിറ്റലൈസേഷൻ അവിടെയും വേണമെന്ന് ആവശ്യം വരുന്നുണ്ട്. കാരണം ഈ യങ് വോട്ടർമാരെ ആകർഷിക്കണമെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെയൊക്കെ വിശ്വസ്തമായ രീതിയിൽ വോട്ട് രേഖപ്പെടുത്തുന്ന പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ തന്നെ മണിക്കൂറുകൾ 1-2 മണിക്കൂറൊക്കെ ക്യൂവിൽ നിന്നിട്ട് അല്ലെങ്കിൽ അതിനും അപ്പുറം മണിക്കൂറുകൾ ക്യൂവിൽ നിന്നിട്ട് വോട്ട് രേഖപ്പെടുത്തിയവരുണ്ട്, നിന്നിട്ട് തിരിച്ചു പോയവരുണ്ട്. അപ്പോൾ യുവതലമുറ ഇനിയുള്ള കാലം ഇത്രയധികം നേരം പോളിംഗ് ബൂത്തിൽ കാത്തു നിന്ന് വോട്ട് ചെയ്യപ്പെടില്ല എന്ന തിരിച്ചറിവുണ്ടാകണം. പഴയ ബാലറ്റിലേക്ക് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവര് പല പേരും കോടതിയിൽ ചെന്ന് കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട്. അതെ, അതുകൊണ്ട് ബാലറ്റ് പേപ്പറിലേക്ക് വരണം എന്ന ഒരു നിലപാടുള്ളവരുണ്ട്. എനിക്കൊന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് സമയം അനിവാര്യമായിരിക്കുന്നു എന്നാണ്. Berger Dam stop പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ തുടരുകയാണ്. നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. രാജ്യത്തെ സ്ഥിതിഗതികൾ സാധാരണക്കാരെ അറിയിക്കുന്നതിനായി ആം ആദ്മി പാർട്ടി വാഷിംഗ് മെഷീൻ കാ കാലു ജാദു ക്യാമ്പയിൻ ശക്തമാക്കിയിരിക്കുന്നു. അഴിമതിക്കെതിരെയാണ് തങ്ങൾ തെരഞ്ഞെടുപ്പിൽ പോരാടുന്നതെന്ന് BJP അവകാശപ്പെടുന്നത് എന്നും അതിലെ പൊള്ളത്തരം തുറന്നു കാണിക്കുകയാണ് ലക്ഷ്യമെന്നും AAP നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. दो बहुत ज्यादा साफ करो इसको, साफ करो, गंदा आदमी है बहुत। कोई बात नहीं, आ जाओ आ जाओ आ जाओ आ जाओ आ जाओ। तालियां 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 तालियां। अरे इसका तो नाम भी पूरा फट गया धुलाई में। कैसा लग रहा है पवार साहब? अब तो डिप्टी सीएम था, सीएम से तो कम मैं बनूंगा ही नहीं। सीएम बनना है सर, सीएम बनना है, डिप्टी सीएम बनना है। नहीं सीएम चाचा को धोखा देके. എന്തായാലും മനു വളരെ രസകരമായ ക്യാമ്പയിനാണ്. നേരത്തെ കോൺഗ്രസ് വാഷിംഗ് മെഷീൻ ക്യാമ്പയിൻ തുടങ്ങിയിരുന്നു മാസങ്ങൾക്ക് മുൻപ്. ഈ മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിയാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള വാഷിംഗ് മെഷീൻ അവതരിപ്പിക്കുന്നത് ക്യാമ്പയിൻ. കോൺഗ്രസിന്റെ വാഷിംഗ് മെഷീനിൽ നിന്ന് ഈ മെഷീനും വല്ല വ്യത്യാസമുണ്ടോ? അല്ല, സ്വാഭാവികമായി അന്ന് കോൺഗ്രസ് ഉന്നയിച്ചൊരു ആരോപണമാണിത്. അത് BJPയിലേക്ക് അഴിമതിക്കാർ എത്തുമ്പോൾ അവരെ വെളുപ്പിക്കുന്നു, അവരെ വെള്ള പൂശുന്ന ഒരു രീതി ഉണ്ടാകുന്നു, അവർക്ക് ക്ലീൻ ചിറ്റ് ലഭിക്കുന്നു എന്ന ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഏതായാലും അത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ രസകരമായ വേദികളിൽ എത്തിക്കുക എന്നതാണ് ഇപ്പോൾ അശോക് ചവാനും ഹേമന്ത് ബിശ്വ ശർമ്മയും അജിത് പവാറും ഒക്കെ ഇവര് നമുക്കറിയാം. അജിത് പവാർ വലിയ ഒരു കേസിൽ പ്രതിയായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം നമ്മുടെ ഈ മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട ചില തട്ടിപ്പുകൾ എന്നൊക്കെ പറഞ്ഞ് അന്ന് 70ഓളം പേരാണ് അതിൽ പ്രതികൾ ആയി ഉണ്ടായിരുന്നത്. ED എന്നൊരു കേസ് രജിസ്റ്റർ ചെയ്തു സെപ്റ്റംബർ 2019. അതിൽ മറ്റു പല ആളുകളുടെയും പേരുകളും ഒക്കെ അന്ന് പറഞ്ഞു കേട്ടിരുന്നു. ജയന്ത് പാട്ടീൽ, ദിലീപ് റാവു ദേശ്മുഖ്, അതുപോലെ മദൻ പാട്ടീൽ, ഈശ്വർലാൽ ജെയിൻ, ശിവജി റാവു, അതുപോലെ ശിവസേനയുടെ ആനന്ദ് റാവു അഡ്സുൽ തുടങ്ങിയ ആളുകളുടെയൊക്കെ പേരുകൾ അന്ന് പറഞ്ഞു കേട്ടിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് ഒടുവിൽ ഇപ്പോൾ ഈ തമാശയായിട്ട് കാണിക്കുന്നതും ഈ കൊണ്ടുപോകുന്ന ആ ഓറഞ്ച് ബനിയനിട്ട ആളെ ആദ്യം അതിനകത്തേക്ക് കയറ്റുന്നു. അദ്ദേഹം അജിത് പവാർ എന്ന തരത്തിലാണ് അദ്ദേഹത്തെ കയറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വന്നതിന് ശേഷം അജിത് പവാർ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നല്ല വെളുത്തിരിക്കുന്നു, എനിക്ക് കുറച്ച് പേർക്ക് സെൻട്രൽ ജയിലും ഉണ്ട്, വാഷിംഗ് മെഷീനിൽ കയറാത്തവർക്ക് സെൻട്രൽ ജയിലാണ്. അവിടുന്ന് കൊണ്ടുപോയി വെളുപ്പിക്കുകയായിരിക്കും, അതായിരിക്കും അവർ കാണിക്കുന്നത്. അപ്പോൾ ഈ ഇതുപോലെയുള്ള വലിയ കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ അശോക് ചവാൻ്റെയും സമാനമായ ഒരു സാഹചര്യം ആയിരുന്നു. അശോക് ചവാനും ഈ ആദർശ് ഫ്ലാറ്റ് കുംഭകോണം അന്നത്തെ വലിയൊരു തർക്ക വിഷയമായിരുന്നു. അതിന് ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് അതിൽ ഈ വിഷയം വന്നപ്പോൾ അത് വീണ്ടും ചർച്ചയായി. 2016 തന്നെ BJP അതിനൊരു ഇതുപോലെ ഈ വിഷയം ഉയർത്തിയിരുന്നു. അന്ന് നമ്മുടെ K. ശങ്കരനാരായണൻ ഈ വിഷയത്തിൽ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കാൻ അശോക് ചവാന് ശ്രമമൊക്കെ നടത്തിയിരുന്നു. മറ്റൊന്ന് ഈ ഹിമന്ത ബിശ്വ ശർമ്മ അദ്ദേഹത്തിൻ്റെ ഈ ശാരദ ചിറ്റ് ഫണ്ടാണ് മറ്റൊരു വലിയ സംഭവമായി വന്നത്.
അതിലുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയും കാര്യങ്ങളും, ലൂയിസ് ബർഗർ എന്ന് പറഞ്ഞ മറ്റൊരു അഴിമതി കേസും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ശാരദാ ചിറ്റ് ഫണ്ടിൽ ഒരുപാട് അറസ്റ്റുകളൊക്കെ അന്ന് ബംഗാളിലും ആസാമിലും ഒക്കെ ആയിട്ട് നടക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും ആ കേസുമൊക്കെയായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങളിൽ അദ്ദേഹത്തിന് വളരെ മുമ്പ് തന്നെ അമിത്ഷാ അദ്ദേഹം പാർട്ടിയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ തന്നെ ക്ലീൻ ചിറ്റ് കൊടുത്തു. അങ്ങനെ പല നേതാക്കൾക്കും ഇത്തരം അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന പല നേതാക്കളും അവർ BJP-യിലേക്ക് എത്തുന്നതോടുകൂടി അവർക്ക് ഒരു ക്ലീൻ ചിറ്റ്. കോൺഗ്രസിന്റെ പ്രചാരണത്തിൽ BJP വാഷിംഗ് മെഷീനിൽ മോദി വാഷിംഗ് പൗഡർ ഇട്ട് വാഷ് ചെയ്യുമ്പോഴാണ് ഈ ക്ലീൻ ചിറ്റ് ലഭിക്കുക. ഇവിടെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം ഒരു അഴിമതി കേസിൽ ജയിലിലാകുന്നു, അവിടെ നിന്ന് ജാമ്യത്തിൽ വരുന്നു. ഈ ജാമ്യം ഈ കേസിന്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് കോടതി കൊടുത്തതല്ല. കൃത്യമായി ഈ പ്രചരണത്തിൽ ഒരു ജനാധിപത്യ പ്രക്രിയ നടക്കുമ്പോൾ അതിൽ ഭാഗഭാക്കാവുക അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പൊസിഷനൊക്കെ അനുസരിച്ച് നൽകിയ ഒരു അനുമതി മാത്രമാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ ക്യാമ്പയിൻ നടക്കുന്നു എന്നത് ജനങ്ങളിലേക്ക് എത്രമാത്രം എത്തുമെന്നതാണ് ചോദ്യം. അത് സ്വാഭാവികമായും അത് താൻ ബലിയാടാക്കപ്പെട്ടു എന്ന രീതിയിലാണ് അരവിന്ദ് കെജ്രിവാൾ ഒരു പ്രചരണം നടത്തുന്നത്. മാത്രമല്ല അദ്ദേഹം ഒരു പട്ടികയൊക്കെ പുറത്തുവിടുന്നുണ്ടല്ലോ. തേജസ്വി യാദവ് ഇനി അടുത്ത് ജയിലിലാവും, മമതാ ബാനർജി ജയിലിലാവും, പിണറായി വിജയൻ ജയിലിലാവും. അപ്പോൾ താൻ ഒറ്റയ്ക്കല്ല ഇനി അവിടെ കിടക്കാൻ പോകുന്നത്. ഇത് ഇനി മോദി അധികാരത്തിൽ വന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് മറ്റെല്ലാ പാർട്ടികളും കൂട്ടായി ഒരു ശക്തമായ നീക്കം നടത്തേണ്ടതിൻ്റെ ഒരു സാഹചര്യമാണ് എന്നൊക്കെ അദ്ദേഹം ആളുകൾക്കിടയിൽ പ്രചരണത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി എങ്ങനെ ഫലവത്താകും എന്ന ഒരു വിഷയം നമുക്ക് മുന്നിലുണ്ട്. അതിനി ഒരു പക്ഷേ ഡൽഹിയിൽ ഒരു വലിയ പ്രധാന കാര്യമായി അത് വരണം. അങ്ങനെ വന്നാൽ അത് അരവിന്ദ് കെജ്രിവാളിന് ഒരു നേട്ടം. വന്നില്ലെങ്കിൽ അത് അരവിന്ദ് കെജ്രിവാളും ലക്ഷ്യമിടുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്ന ആദ്യ ദിവസം മുതൽ തന്നെ ദേശീയ മാധ്യമങ്ങളുടെ പ്രധാന അറ്റൻഷൻ കിട്ടുന്ന അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയാലും ക്യാമ്പയിൻസ് ആയാലും തുടങ്ങി വെക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇപ്പോൾ തുടർച്ചയായ ദിവസങ്ങളിലാണ്, ഇന്ന് വാഷിംഗ് മെഷീൻ ക്യാമ്പയിൻ കൂടി വരുമ്പോൾ കൃത്യമായും അതിലേക്ക് മാധ്യമങ്ങളുടേത് ഉൾപ്പെടെയുള്ള ഫോക്കസ് എത്തുകയാണ്. ഓൾറെഡി കോൺഗ്രസ് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അപ്പോൾ കൃത്യമായ അജണ്ടകൾ വെക്കാനും അതനുസരിച്ച് പ്രചാരണം മുൻപോട്ട് കൊണ്ടുപോകാനും കെജ്രിവാൾ ക്യാമ്പിനെ സംബന്ധിച്ച് കഴിയുന്നുണ്ട് എന്നത് വളരെ ശ്രദ്ധേയമല്ലേ? അത് പക്ഷേ കെജ്രിവാളിൻ്റെ സ്വാധീനം എത്രമാത്രമുണ്ട് നടന്നില്ല. നിലവിൽ അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ വലിയൊരു സ്വാധീനമില്ല. പക്ഷേ ആ നിയമസഭയിൽ അദ്ദേഹത്തിന് ഡൽഹിയിലും അതുപോലെ പഞ്ചാബിലും സ്വാധീനമുണ്ട്. അപ്പോൾ ഡൽഹിയിലെയും പഞ്ചാബിലെയും ഈ മൊത്തം 20ഓളം സീറ്റുകളിൽ എന്ത് മാറ്റമുണ്ടാകുന്നു എന്നത് അപ്രസക്തമാണ് എന്നൊരു പക്ഷേ BJP ധരിച്ചാലും അത് അത്രമാത്രം അപ്രസക്തമല്ല. അത് കെജ്രിവാളിൻ എന്ന ഒരു പുതിയ ദേശീയ നേതാവിൻ്റെ ഉദയത്തിലേക്ക് ഇത് വലിയൊരു തോതിൽ മാറ്റം വന്നാൽ അത് അതിലേക്ക് വിരൽ ചൂണ്ടും. അത് പരാജയപ്പെട്ടു പോയാൽ അത് പിന്നെ നമുക്ക് വ്യക്തമാകുന്നത് അദ്ദേഹത്തിന് ദേശീയ രാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യാനില്ല. അദ്ദേഹത്തിൻ്റെ പ്രാദേശിക തലത്തിൽ ഈ സാധാരണക്കാരുടെ വിഷയങ്ങളാണല്ലോ അദ്ദേഹം പ്രധാനമായി ഉയർത്തുന്നത്. ഈ ബിജ്ലി പാനി ശിക്ഷ എന്ന് പറയുന്ന, അതായത് വിദ്യാഭ്യാസം, പിന്നെ വെള്ളം, കറണ്ട്, ഈ വിഷയങ്ങളൊക്കെ ബാധിക്കുന്ന സാധാരണക്കാരുടെ ഒരു തെരഞ്ഞെടുപ്പിൽ, അതായത് വളരെ താഴെത്തട്ടിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ മാത്രം അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്ന ഒരു പ്രതീതി കൂടി അതിന് സൃഷ്ടിക്കും. അപ്പോൾ സ്വാഭാവികമായും ഇത് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജാണ്. ഡൽഹിയിൽ ഈ അസംബ്ലിയിൽ മുഴുവൻ ഇങ്ങനെ വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊപ്പം തന്നെ സ്വയം പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും കണ്ടെത്തുക എന്ന ഒരു തലത്തിൽ കൂടിയാണ് ഈ രീതിയിലുള്ള ക്യാമ്പയിൻ അവർ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ക്യാമ്പയിനിലേക്ക് അവർ പോകുന്നത് എന്നത് വേണം മനസ്സിലാക്കാൻ. കൃത്യമായി തെരഞ്ഞെടുപ്പിൻ്റെ ഈ മണിക്കൂറുകളിൽ ഇത്തരം ക്യാമ്പയിനുകൾ എത്രമാത്രം ജനങ്ങളിലേക്ക് എത്തും എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അഴിമതി എന്ന് പറയുന്നത് ആളുകൾ ഒരു പരിധിവരെ അവരുടെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ പോലെ പരിഗണിക്കുന്ന ഒരു വിഷയമായി തോന്നില്ല. അപ്പോൾ പോലും അഴിമതി എന്ന ഒരു വിഷയം പ്രധാനമായും ഉയർത്തിക്കാട്ടേണ്ടുന്ന ആവശ്യകത ആം ആദ്മി പാർട്ടിക്ക് വരുന്നു എന്നതുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെ, ആം ആദ്മി പാർട്ടി ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന വലിയ ഒരു പോരാട്ടം നയിച്ചാണ് അവരെത്തിയത്. പക്ഷേ അണ്ണാ ഹസാരെ കെജ്രിവാളിനെ തള്ളി പറഞ്ഞു. കിരൺ ബേദി കെജ്രിവാളിനെ വിട്ട് BJP-യിൽ ചേർന്നു. ആ കെജ്രിവാളിനെതിരെ തന്നെ മത്സരിച്ചു. പിന്നീട് അവർ ലഫ്റ്റനന്റ് ഗവർണറായി പോണ്ടിച്ചേരിയിൽ എത്തി. അപ്പോൾ പോണ്ടിച്ചേരിയിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ ഈ മാഹിയിലൊക്കെ എത്തുമ്പോൾ അവർ ആദ്യഘട്ടത്തിൽ, അതായത് കോൺഗ്രസ് അവിടെ
ഇതായിരിക്കുന്നൊരു സമയത്ത് അപ്പോൾ BJP എതിർക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് അവിടെ നിലനിൽക്കാൻ കഴിയുന്നില്ല. ഈ കിരൺ ബേദി വളരെ ശക്തമായ ചില നിലപാടുകൾ എടുക്കുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ അവിടെ ഒരു വശത്ത് കിരൺ ബേദിക്കൊക്കെ ഉണ്ട്. ശരി, എന്തായാലും ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിനോടൊപ്പം തന്നെ സ്വയം പ്രതിരോധം കൂടിയാണ് ആം ആദ്മി പാർട്ടി ഈ രീതിയിലുള്ള പ്രചരണ തന്ത്രങ്ങളിലൂടെ ശ്രമിക്കുന്നത്. നമുക്ക് ചെറിയൊരു ഇടവേള കൂടെ വേണം, അതിനുശേഷം തിരിച്ചെത്താം. ഇനി നമ്മൾ പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസ് 18 നൽകിയ വളരെ സുപ്രധാനമായ ഒരു ഇന്റർവ്യൂവിന്റെ വിവരങ്ങളിലേക്കാണ്. ഹിന്ദുവിന്റെയോ മുസ്ലിമിന്റെയോ രാഷ്ട്രീയം പറയേണ്ടി വരുന്ന ദിവസം താൻ പൊതുജീവിതത്തിൽ നിന്ന് പിൻവാങ്ങുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. താൻ എല്ലാവരെയും തുല്യരായാണ് കാണുന്നത്. ഇന്നുവരെയും താൻ മുസ്ലിങ്ങളുടെ സ്നേഹത്തെ മാർക്കറ്റ് ചെയ്തിട്ടില്ലെന്നും CNN ന്യൂസ് 18 കൺസൾട്ടിംഗ് എഡിറ്റർ റുബീക ലിയാഖത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. हम एक कार्यक्रम कर रहे हैं मोदी जी. न्यूज 18 इंडिया का वो कार्यक्रम है मोदी वतन मुसलमान. हम ज्यादातर उन जगहों पर जाते हैं जहां पर मुस्लिम मतदाता भारी संख्या में है. पहले आलम अलग था और आज की तारीख में मैं आपको पूरी गंभीरता से और संजीदगी से कह सकती हूं कि ऐसे ऐसे मुसलमान आगे आते हैं जो आपके लिए जान दे सकते हैं. और एक उनका वाक्य है, ना दूरी है ना खाई है, मोदी हमारा भाई है. बड़ा जोर शोर से ऐसे करते हुए नजर आते हैं. बावजूद उसके आप उस धारणा को तोड़ने में क्या नाकामयाब रहे हैं कि मोदी मुसलमानों का नहीं है? पहली बात यह है कि ये मुद्दा मुसलमान का नहीं है. इंडिविजुअल मुसलमान कितना ही मोदी के साथ होगा, लेकिन एक निश्चित विचार प्रवाह है जो उनको आदेश करता है कि आप ये करो या आप वो करो. उसके आधार पर वो निर्णय करते हैं. जहाँ तक मोदी का सवाल है, तो मैं स्कूल में एक तो मेरा जो घर है ना, मेरे अगल बगल में सारे मुस्लिम परिवार हैं. तो हमारे घर में ईद भी मनती थी, हमारे घर में और भी त्यौहार होते थे. मेरे घर में ईद के दिन खुद का खाना नहीं पकता था. सारे मुस्लिम परिवारों से मेरे यहाँ खाना आ जाता था, क्योंकि मेरे परिवार हम रहते वहीं हैं, मेरा घर वहीं है. मेरे यानी 5 कदम के बाद मुस्लिम परिवार है. जब मुहर्रम निकलता था तो हमारा कंपल्सरी होता था कि उससे नीचे से निकलो, जैसे परिक्रमा करते हैं ना मंदिरों, ताजिए के नीचे. हाँ, तो ताजिए के नीचे से निकलो, हमें सिखाया जाता था. तो मैं उस दुनिया से पला बढ़ा. आज भी मेरे बहुत सारे दोस्त हैं, लेकिन मैं इसका मार्केटिंग नहीं करता हूँ. क्यों? मेरा पहले से मंत्र रहा है सबका साथ सबका विकास. मैं वोट बैंक के लिए काम नहीं करता हूँ, और जो गलत है वो सब मैं गलत कह के रहूंगा. स्टेज पर आपने मुसलमानों का जब जिक्र किया तो घुसपैठिया, ज्यादा बच्चा पैदा करने वाला, इसकी क्या जरूरत आन पड़ी थी? मैं हैरान हूँ जी, ये किसने आपको कहा कि जब ज्यादा बच्चों की बात होती है तो सिर्फ मुसलमान का नाम जोड़ देते हैं? क्यों मुसलमान के साथ अन्याय करते हैं आप? हमारे यहाँ गरीब परिवारों में भी ये हाल है जी. उनके बच्चों को पढ़ा नहीं पा रहे हैं. किसी भी समाज के हो, गरीबी जहाँ है वहाँ बच्चे भी ज्यादा है. तो आप कह रहे हैं मुसलमान अलग था, ज्यादा बच्चा पैदा करने वाला अलग था? मैंने न हिंदू कहा है न मुसलमान कहा है. मैंने कहा कि भाई आप ഇതിൽ വളരെ വൈകാരികമായാണ് പ്രധാനമന്ത്രി വളരെ ഇത് സാധാരണ ഒരു ഇന്റർവ്യൂ പോലെയല്ല, ഒരു കാഷ്വൽ ഇന്റർവ്യൂ ആണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരു വ്യത്യസ്തമായ ഇന്റർവ്യൂ ആണ് റുബീക്കയ്ക്ക് ലഭിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ റുബീക്ക ചെയ്തിട്ടുള്ളത്. അതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തുടക്കം വളരെ രസകരമായാണ് അദ്ദേഹം തുടങ്ങുന്നത്. ഞാൻ പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഞാനല്ല, ഇന്ത്യയിലെ 140 കോടി ജനങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് റുബീക്ക ചോദിക്കുന്നുണ്ട്, പിന്നെ പലരും പറയുന്നുണ്ടല്ലോ അങ്ങ് ഈ കുടുംബത്തെ പറ്റിയൊക്കെ പറയുന്നു, പക്ഷേ അങ്ങയ്ക്കൊരു കുടുംബം ഇല്ല എന്നതൊക്കെ. അപ്പോൾ അതൊക്കെ അദ്ദേഹം കൗണ്ടർ ചെയ്യുന്നത് വളരെ രസകരമായാണ്. അദ്ദേഹം പറയുന്നു, നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് നോക്കൂ, അവിടെ നടക്കുന്നത് ഒരു കുടുംബ രാഷ്ട്രീയമാണ്. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ നോക്കിയാൽ കുടുംബമാണ് പ്രചരണ രംഗത്തുള്ളത്. നിങ്ങൾ ആന്ധ്രയിലേക്ക് നോക്കൂ, അവിടെയും ഒരു കുടുംബം 2 കുടുംബം അവരാണ് പ്രചരണ രംഗത്തുള്ളത്.
തെലുങ്കാനയിലേക്ക് നോക്കൂ, അവിടെയും കുടുംബം. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം കുറേ സംസ്ഥാനങ്ങളുടെ പേര് പറയും. ഇവിടെയെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ മത്സരിക്കുന്നു, അവർ കൂടുതലും പ്രചരണ രംഗത്തുള്ളായിരുന്നു. എൻ്റെ കുടുംബം ജനങ്ങളാണ്, ഞാൻ ജനിച്ചതും ജീവിച്ചതും ഒക്കെ അവർക്ക് വേണ്ടിയാണ്. അങ്ങനെ മേരാ പരിവാർ വലിയൊരു ക്യാമ്പയിൻ വിഷയം തന്നെയായിരുന്നു. പരിവാർ കുടുംബം ഇല്ല എന്ന് പറഞ്ഞത് അബദ്ധമായി ആളുകൾക്ക് തോന്നുന്ന വിധത്തിൽ ടെലിവിഷനിലൂടെ നിരന്തരം എൻ്റെ കുടുംബം ഇതാണ് എന്ന് പറഞ്ഞ് പ്രചരണം നമ്മൾ കണ്ടതാണ് എന്ന് അദ്ദേഹം പറയുന്നു. മനു, ഇവിടെ ഒരു പ്രധാന വിഷയം എന്ന് വെച്ചാൽ ഇതുവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടിരുന്ന ഏറ്റവും വലിയ വിമർശനം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല എന്നതായിരുന്നു. പക്ഷേ ഇതാ ഇക്കുറി സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണോ മോദിയുടെ പരിവർത്തനമാണോ എന്നറിയില്ല, എല്ലാ മീഡിയകൾക്കും അഭിമുഖം നൽകുന്നുണ്ട് പ്രധാനമന്ത്രി. അല്ല, അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. പ്രധാനമന്ത്രിയെ വളരെ മുമ്പ് തന്നെ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനമൊക്കെ ഞങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി. പക്ഷേ അദ്ദേഹത്തെ വളരെ ശക്തമായി, അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് തന്നെ വാർത്താ സമ്മേളനങ്ങളിൽ പ്രധാനമന്ത്രിയെ വളരെ ശക്തമായി ആളുകൾ ആക്രമിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആരാണ്, ഏത് രാഷ്ട്രീയ നേതാവാണ് ആക്രമിക്കപ്പെടാത്തത്? പക്ഷേ അദ്ദേഹത്തെ നമ്മൾ അങ്ങനെ ഇപ്പോൾ ഒരു അഴിമതിയെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യലോ അങ്ങനെയൊന്നുമല്ല. അദ്ദേഹത്തെ ഒരു കൊലപാതകി എന്നൊക്കെ തരത്തിലേക്ക് മുസ്ലിം വിരുദ്ധനാക്കിയത് പ്രതിപക്ഷമാണ് എന്നാണ് ഈ അഭിമുഖത്തിൽ നരേന്ദ്രമോദി പറയുന്നത്. മാധ്യമങ്ങളുടെ ഭാഗത്ത് ഗോദ്ര സംഭവത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹം പറഞ്ഞിരുന്നത് വളരെ രൂക്ഷമായ ഒരു വേട്ടയാടൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇന്ന് നമുക്കറിയാം, കരൺ താപ്പറിന്റെ ഇന്റർവ്യൂ എന്നൊക്കെ അദ്ദേഹം നിർത്തി ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒട്ടും നമ്മൾ ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ അദ്ദേഹത്തിന് പറയാൻ കൂടി അവസരം നൽകുന്നതിന് പകരം അദ്ദേഹത്തെ താറടിക്കാനുള്ള ഒരു അവസരമായി പലപ്പോഴും മാധ്യമങ്ങൾ അത് കണ്ടിട്ടുണ്ടെന്നൊരു ആരോപണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വിമർശനം മാധ്യമങ്ങൾക്ക് എതിരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിണറായി വിജയൻ ശക്തമായി ഉന്നയിക്കുന്നു. അല്ല, പക്ഷേ ഞാൻ എല്ലാ കാലത്തും മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന എല്ലാ കാലത്തും വിശ്വസിക്കുന്നത്, നമ്മൾ ഒരാളുടെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, പക്ഷെ അദ്ദേഹത്തെ പറയാൻ കൂടി അനുവദിക്കണം. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ അങ്ങ് താറടിച്ച് കാണിച്ച അതിലൂടെ ഒരു TRP ഉണ്ടാക്കുന്ന രീതി ശരിയായതാണോ എന്ന സംശയം എനിക്കുണ്ട്. അങ്ങനെ ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എനിക്ക് ഒരു മുഖ്യമന്ത്രിയെ ചീത്ത വിളിക്കാനുള്ള ഒരു അവസരമാണ് മാധ്യമ പ്രവർത്തനം എന്ന തെറ്റായ ധാരണ ഒരു മാധ്യമ പ്രവർത്തനം വെക്കാൻ പാടില്ല. അദ്ദേഹത്തിന് പറയാനുള്ളതിന് നമുക്കൊരു ചോദ്യം ചോദിക്കാം, അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാൻ മാധ്യമങ്ങൾക്കെതിരെ ഉണ്ടാകാം. പക്ഷേ അതല്ലല്ലോ പല ആളുകളും മറുപടി പറയാൻ സമ്മതിക്കാറില്ല. ഇപ്പൊ പിണറായി വിജയനും ചില സമയത്ത് പലപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം വോട്ട് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. എന്തെന്ന് വെച്ചാൽ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ മറുപടി അദ്ദേഹം പറയണ്ടേ, ആ പറയാനുള്ള അവസരം കൊടുക്കുന്നില്ല. അദ്ദേഹത്തെ അങ്ങനെ ചോദ്യം ചോദിച്ചു, ഞാനിതാ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചിരിക്കുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്ന മാധ്യമ പ്രവർത്തനമായാലും എല്ലായിടത്തെയും പോലെ നല്ലതും ചീത്തയും എല്ലായിടത്തും ഉണ്ടാകുന്നത് പോലെ മാധ്യമ പ്രവർത്തനത്തിലും ചില പുഴുക്കുത്തുകൾ ഉണ്ടാകും. ഇത് പ്രധാനമന്ത്രി ഇവിടെ അദ്ദേഹത്തിന് ചോദ്യങ്ങൾക്കെല്ലാം ഇത് കുറെ കൂടി വൈകാരികമായി, പിന്നെ മാത്രമല്ല അദ്ദേഹം സമയമെടുത്താണ് മറുപടി പറയുന്നത്. മാധ്യമ പ്രവർത്തകരുടെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ടെലിവിഷൻ മാധ്യമ പ്രവർത്തകർക്കുള്ള ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പത്രങ്ങൾ പോലെയല്ല, നമുക്ക് വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടണം. കാരണം ഇത് അധികം വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. ചോദ്യം ഉത്തരം എന്ന തരത്തില്. പക്ഷെ എല്ലാവരും അതിന് മനു സൂചിപ്പിച്ചതുപോലെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഈ മൂന്നാം ടേമിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഈ ഇന്റർവ്യൂവിന് തയ്യാറെടുക്കുന്നു എന്ന് പ്രധാനമന്ത്രി ആക്രമിക്കാൻ ഏതെങ്കിലും മാധ്യമങ്ങൾ തയ്യാറാകുന്നുണ്ടോ? അതാണ് അവിടുത്തെ ചോദ്യം. അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, 2003 അദ്ദേഹം 2003 അവസാനം അദ്ദേഹം കോയമ്പത്തൂരിലൊക്കെ വരുമ്പം അന്ന് അവിടെ ദേശീയ മാധ്യമങ്ങൾ അങ്ങനെ തമ്പടിച്ചും അന്ന് ഗുജറാത്തിൽ നിന്ന് അദ്ദേഹത്തിന് എത്തുമ്പോൾ അദ്ദേഹത്തിന് വളരെയധികം നിശിതമായ വിമർശനമാണ്. ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ തന്നെ അവസരങ്ങൾ. അപ്പം അദ്ദേഹത്തിനും ആ നിലയ്ക്കുള്ളൊരു കടുപ്പം വന്നു. ഇപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായി. അദ്ദേഹത്തിന് ഇപ്പോൾ ജനപിന്തുണയുണ്ടെന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിഞ്ഞു. വലിയ ഒരു 303 ഭൂരിപക്ഷം ഉണ്ടെന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് ഇന്ന് പറയാൻ ഒരുപാട് വികസന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഇതാണ്. ഞാനിപ്പോൾ മോദി രാഷ്ട്രീയം അങ്ങേയറ്റം ശരിയാണെന്നല്ല ഞാൻ പ്രധാനമന്ത്രി ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറായിരിക്കുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ 2 ടേമിലേതിനേക്കാൾ കൂടുതൽ അഭിമുഖങ്ങൾ അദ്ദേഹം നൽകുന്നു. ഞാനിപ്പോൾ നരേന്ദ്രമോദിയുടെയും ആദ്യഘട്ടത്തിൽ നരേന്ദ്രമോദി, അതിനു മുന്നേ വാജ്പേയിയുടെയും വാർത്താ സമ്മേളനങ്ങൾ അറ്റൻഡ് ചെയ്തു. ഇപ്പോൾ BJP അതേ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് അടൽ ബിഹാരി വാജ്പേയി വളരെ സാവധാനത്തിലാണ് മറുപടി പറയുന്നത്. പക്ഷേ ടെലിവിഷനുകൾ എന്തുകൊണ്ടോ അന്ന് വാജ്പേയിയെ അങ്ങനെ ആക്രമിക്കുന്നത് കണ്ടിട്ടില്ല. മാത്രമല്ല, ഞങ്ങളൊക്കെ അന്ന് കുട്ടികളാണ്. വാജ്പേയി
പോലുള്ള വലിയ വാജ്പേയിയോട് ചോദിക്കാനുള്ളതിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ നരേന്ദ്രമോദിയോട് അദ്ദേഹത്തിന് മറുപടി പറയാൻ അവസരം കൊടുക്കണ്ടേ? ചോദ്യങ്ങൾ മാത്രം അനിഷ്ടതയല്ല. നമ്മൾ ഒരാളോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതെനിക്ക് എല്ലാം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഞാൻ അങ്ങ് സന്തോഷത്തോടെ ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നൊന്നുമില്ല. എനിക്കിഷ്ടമില്ലാത്തൊരു ചോദ്യം ഉണ്ടാകും. പക്ഷെ ആ ചോദ്യത്തിന് എൻ്റെ വിശദീകരണം ഇതാണ് എന്ന് പറയാനുള്ളൊരു അവസരം അദ്ദേഹത്തിന് വേണ്ടി. ഇവിടെ ഇപ്പോൾ 400 പാർ പറയുന്നു, പക്ഷെ അവിടേക്ക് എത്തുന്നില്ല. മറ്റൊന്നാണ് രാജ്യത്തെ ട്രെൻഡ് എന്ന് പറയുന്ന ഒരു സാഹചര്യവും പ്രധാനമന്ത്രിയുടെ ഈ അഭിമുഖങ്ങളും തമ്മിൽ ഏതെങ്കിലും ഇന്ത്യ ഞങ്ങൾ ഭരിക്കും എന്ന് പറയുന്ന പാർട്ടി 50 സീറ്റിലാണ് നിൽക്കുന്നത്. അവരാണ് പറയുന്നത് ഇന്ത്യ ഞങ്ങൾ അടുത്ത് ഭരിക്കും. അല്ല, ഞങ്ങൾ അവർ 250 സീറ്റിൽ കൂടുതൽ മത്സരിക്കുന്ന പോലുമില്ല. അപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് ഉയർത്തി കാണിച്ചു. പക്ഷേ അവിടെ എത്തിയില്ല 50 സീറ്റിൽ. അല്ല, ഞാൻ പക്ഷേ എനിക്ക് ഈ ഇന്റർവ്യൂവിൽ അല്ല പൊതുവേദി എന്നല്ല, ഞാൻ ഒരുപക്ഷെ ഒരു പഴയ സ്കൂൾ ഓഫ് ജേർണലിസത്തിൽ നിന്ന് വന്ന പത്രത്തിൽ നിന്നൊക്കെ വന്നതുകൊണ്ടായിരിക്കാം ഞങ്ങളൊക്കെ പഠിപ്പിച്ചതുമൊക്കെ ആളുകളെ സംസാരിക്കാൻ അനുവദിക്കുകയും അതിൽ നിന്ന് അവർ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വാർത്ത എന്ത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതുമാണ്. അതിനപ്പുറത്തേക്ക് ആളുകളെ ഒരു ടെലിവിഷൻ ഷോയിൽ അടിച്ചിരുത്തി അതാ ഞാൻ പ്രധാനമന്ത്രിയേക്കാൾ വലിയ ആളാണ് എന്ന് പറയുന്ന അടുത്തല്ല കാര്യം. വർഗീയത പറയുന്നു എന്നതാണ് നിങ്ങൾ ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഇന്റർവ്യൂവിന്റെ ഘട്ടം മുതലുള്ള പ്രചരണം. അതാണ് ആ രീതിയിൽ സാഹചര്യം. പക്ഷേ അതിനുൾപ്പെടെ ഇവിടെ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞു പോകുന്നുണ്ട് ഈ ഇന്റർവ്യൂവിൽ എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത്. അദ്ദേഹം പറയുന്നത് താൻ ഒരു വിഭാഗത്തെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങൾ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുണ്ട്. അവരുടെ താഴ്ന്ന സാമ്പത്തികമായും മറ്റും സാമൂഹികമായും താഴ്ന്ന ഇടങ്ങളിൽ. പക്ഷേ ഇതൊക്കെ എത്രമാത്രം വിശ്വസിക്കപ്പെടും? അല്ല, വിശ്വസിക്കാം, നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാം, അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അങ്ങേയറ്റം തൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. മാത്രമല്ല, ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ട് പലയിടങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വൈദ്യുതി ഒരു സ്ഥലത്ത് എത്തിക്കുന്നു, അത് വാർത്തയായി വരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കാണാൻ വന്നപ്പോൾ അവരോട് പറഞ്ഞു എനിക്ക് എന്തിനാണ് സ്വീറ്റ്സ്, ഞാൻ നിങ്ങൾക്ക് കറണ്ട് തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്, ഞങ്ങളുടെ വീടുകളിൽ വൈദ്യുതി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതൊന്നും വാർത്തയാകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇതൊന്നും പത്രത്തിലില്ല, പക്ഷെ ഞങ്ങളുടെ അനുഭവങ്ങളിലുണ്ട്, അതാണ് തന്റെ അനുഭവം എന്നും പ്രധാനമന്ത്രി പറയുന്നു. അതേപോലെ ഇപ്പോൾ രസകരമായ ഒരു സംഭവം അദ്ദേഹത്തിന്റെ എനിക്ക് ഓർമ്മ വരികയാണ്. ഒരു വേദിയിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം മൈക്ക് കേടായി. അദ്ദേഹം അതിൽ 2 തവണ കൊട്ടി നോക്കി, മൈക്ക് സംസാരിക്കുന്നില്ല. ഉടനെ ഒരു ടെക്നീഷ്യൻ വരുന്നു, ആ മൈക്ക് നേരെയാക്കുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി വളരെ രസകരമായി പറയുകയാണ് ഈ വാർത്ത ഈ മൈക്ക് കേടായതുകൊണ്ട് ഇനി മാധ്യമങ്ങളിൽ വരും, അല്ലെങ്കിൽ ഈ വാർത്ത ഇങ്ങനെ ഒരു ചടങ്ങ് നടന്നതായേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല, പക്ഷേ ഈ മൈക്ക് കേടായി, മോദിയുടെ പ്രസംഗത്തിനിടയിൽ മൈക്ക് കേടായി എന്ന തരത്തിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. ഇനി ഇതിൽ ഏറ്റവും അദ്ദേഹത്തിന്റെ ആഭിമുഖ്യം അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് അവരോടുള്ള അടുപ്പം എന്ന് ചൂണ്ടിക്കാട്ടുന്നതാണ്. ഈദിന് എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, ഈദിന് ഞങ്ങളുടെ വീട്ടിൽ ഫുഡ് വെക്കില്ല, അവരുടെ സുഹൃത്തുക്കൾ ഫുഡ് തരികയാണ് ചെയ്യുന്നത്. അത്രമാത്രം അടുപ്പം എനിക്ക് മുസ്ലിം സമുദായവുമായിട്ടുണ്ട് എന്നുകൂടി പറയുന്നു. ഗുജറാത്തിലെ ഒരു ചൗക്കിൽ മുസ്ലിം വ്യാപാരികളുള്ള ഇടത്ത് ആളുകൾ ചെല്ലുന്ന കാര്യം സൂചിപ്പിക്കുന്നു. അവിടെ മോദി നല്ലത് ചെയ്യുന്നു എന്ന് മോദിയെ കുറ്റം പറയുമ്പോൾ അവരെ ആ വ്യാപാരികൾ തിരുത്തുന്ന അനുഭവമൊക്കെ മോദി പറയുന്നുണ്ട്. അപ്പോൾ മുസ്ലിം സമുദായത്തെ താൻ വേറിട്ട് കാണുന്നില്ല, എല്ലാവരെയും ഒരു കുടുംബമായി കാണുന്നു എന്ന് പറയാനാണ് ഈ ഇന്റർവ്യൂവിൽ പ്രധാനമന്ത്രി കൂടുതൽ സമയം മാറ്റിവെച്ചിരിക്കുന്നത്. അതെന്തിന്റെ സൂചനയാണ്? ഇനി വരുന്ന ഘട്ടങ്ങൾ ഈ ആദ്യം പറഞ്ഞു പോയത് ഒന്ന് മേക്കപ്പ് ചെയ്യാനുള്ള ഒരു ബാലൻസ് ചെയ്യാനുള്ള ശ്രമമാണോ പ്രധാനമന്ത്രി നടത്തുന്നതെന്ന് തോന്നുന്നു? അല്ല, അത് പ്രധാനമന്ത്രി പറഞ്ഞത് ആ സ്ഥലം മനേക് ചൗക്കാണ്. മനേക് ചൗക്കിൽ അവിടെ വ്യാപാരികൾ കൂടുതലും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ്, അത് വാങ്ങിക്കാനെത്തുന്നവർ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർ. അദ്ദേഹം മറ്റൊരു സ്ഥലത്തെ കൂടി കുറിച്ച് പറയുന്നുണ്ട്, അത് ഈ ജുഹാപുര എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഗുജറാത്തിൽ നമ്മൾ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും. അതൊരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനവിടെ ചെന്ന് കണ്ടപ്പോൾ വലിയൊരു ഏരിയയാണ്. അവിടെ ഈ എന്താ പറയുക, ന്യൂനപക്ഷങ്ങളുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അത്രമാത്രം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം. ചില ആളുകളൊക്കെ വളരെ ദരിദ്രാവസ്ഥയിലാണ്, ചില ആളുകൾ കുറച്ച് മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. അപ്പോൾ അവിടെയൊക്കെ നടത്തിയ മാറ്റത്തെക്കുറിച്ച് അദ്ദേഹം ഈ ഇതിൽ പ്രഖ്യാപിക്കുന്നു. പക്ഷേ അവിടെ മാറ്റം നടന്നു എന്ന് ഒരുപക്ഷെ നമ്മൾ കുറേ കൂടി മാറ്റം നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് സമ്മതിക്കാനും എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഇൻ്റർവ്യൂ അവസാനിക്കുന്നിടത്താണ് എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തോട് ചോദിക്കുന്നത്, ഈ ഇത്രയും പ്രായമായ അങ്ങക്ക് ഇത് എവിടെ നിന്നാണ് ഈ ഊർജ്ജം, ഇത് എങ്ങനെയാണ് ഇത് കിട്ടുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നത്,
ഇത് ഒരു സാധാരണഗതിയിൽ ഒരു പ്രായമായാളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതല്ല, ഇത് ദൈവം തന്നതാണ്. ഞാനൊരു ഉപകരണം മാത്രമാണ്. ഈ സമൂഹത്തെ മാറ്റാനായി ഒരു പക്ഷേ ദൈവം നിശ്ചയിച്ചിട്ടുള്ള ഉപകരണമാണ് ഞാൻ. അതുകൊണ്ടാകണം എനിക്ക് ഊർജ്ജം കിട്ടുന്നതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ട് അവസാനം വിമർശനങ്ങൾ ഉണ്ടാകും അതിനെ ചൊല്ലി എന്ന് മനസ്സിലാക്കുന്നിടത്ത് അദ്ദേഹം ഒരു കാര്യം അവസാന വരിയായി ആഡ് ചെയ്യുകയാണ്. അത് എൻ്റെ ദൈവം എന്ന് പറയുന്നത് ഈ 140 കോടി മനുഷ്യരാണ്. അപ്പോൾ അങ്ങനെയാണ്. വളരെ രസകരമായ അദ്ദേഹത്തിന് ആ ഇന്റർവ്യൂ, ധാരാളം സമയം അദ്ദേഹത്തിന് സംസാരിക്കാൻ കാഷ്വൽ ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ്. നമ്മുടെ ന്യൂസ് 18 ഇന്ത്യയിൽ അതിന്റെ പൂർണ്ണ രൂപം കാണാൻ കഴിയുന്നതാണ്. ഗംഗാ തീരത്ത് ആണ് പ്രധാനമന്ത്രി, അവിടെ നിന്നാണ് പ്രധാനമന്ത്രി ആ ഇന്റർവ്യൂ നൽകുന്നത്. എന്തായാലും റൂബിക്കയുടെ കരിയറിലെ തന്നെ ഒരു ബെസ്റ്റ് ഇന്റർവ്യൂ എന്ന് തന്നെ പറയാം. ഇതൊക്കെയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ്, പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാർത്തകൾ, ഇന്ന് സംഭവിച്ച സംഭവ വികാസങ്ങൾ. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയിൽ ഇനി നാളെ കാണാം. നമസ്കാരം. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21 വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change. Be the future with Jain deemed to be University, Kochi.